നിങ്ങളുടെ ജീവിതം ആരും നശിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ ശാന്തിയില്ലാതെ നശിപ്പിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചാൽ വിധി പോലും മാറും. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തല്ല, അത് മുഴുവൻ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ആ മനസ്സിനെ ജയിച്ചാൽ ലോകം മുഴുവൻ നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. മനുഷ്യനുണ്ടാകുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദം. ഇന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. നല്ല ജോലി, ഫാമിലി, സോഷ്യൽ മീഡിയ, ഫ്രീഡം. എന്നാലും എന്തില്ല, മനഃശാന്തിയില്ല. ഫോൺ നോട്ടിഫിക്കേഷൻ മനസ്സിൻ്റെ അശാന്തമാക്കുന്നു. സോഷ്യൽ മീഡിയ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. ജോലിയുടെ സമ്മർദ്ദം, ഭയമുണ്ടാകുന്നു. ഭാവിയുടെ ടെൻഷൻ. എല്ലാം എനിക്കുണ്ട്, പക്ഷേ സന്തോഷമില്ല. ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും രാത്രി നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തതെന്ന്? ഫോണിലെ നോട്ടിഫിക്കേഷൻ പോലെയാണ് നമ്മുടെ ചിന്തകൾ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഈ ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ വിധിയെ തടസ്സപ്പെടുന്നത്. മനസ്സ് എന്നത് ഒരു കുരങ്ങൻ പോലെയാണ്. ബുദ്ധൻ മനസ്സിനെ ഒരു ഭ്രാന്തൻ കുരങ്ങനോടാണ് ഉപമിച്ചത്. ഇന്ന് ആ കുരങ്ങൻ്റെ കയ്യിൽ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും കൂടി കിട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ചിന്തകളെ തടയാനല്ല, മറിച്ച് അവയെ ദൂരെ ഒരിടത്തു നിന്ന് നിരീക്ഷിക്കാനാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. മാറ്റാൻ കഴിയാത്ത വിധിയും മാറ്റാൻ കഴിയുന്ന മനസ്സും. ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. മറ്റുള്ള പെരുമാറ്റം, സാമ്പത്തിക മാന്ദ്യം. മനസ്സൊരു അമ്പ് പോലെയാണ്. ഒന്നാമത്തെ അമ്പ് നമുക്ക് കിട്ടുന്ന വേദനയാണ്, അതായത് വിധി. രണ്ടാമത്തെ അമ്പ് ആ വേദനയെക്കുറിച്ച് ഓർത്ത് നമ്മൾ സ്വയം നൽകുന്ന സങ്കടമാണ്. ഈ രണ്ടാമത്തെ അമ്പിനെ ഒഴിവാക്കുന്നതാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴി. എല്ലാം കടന്നുപോകും. ദിസ് ടു ഷാൽ പാസ്. സന്തോഷമായാലും സങ്കടമായാലും അത് ശാശ്വതമല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. ഒരു ബ്രേക്കപ്പ് ആയാലും ജോലി നഷ്ടപ്പെട്ടാലും അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന ബോധം എങ്ങനെ വളർത്താം? ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചു എന്ന അനാവശ്യ ചിന്തകളിൽ കുടുങ്ങിപ്പോകാറുണ്ട്. ഇതിനെ ബുദ്ധൻ ഒരു കഥയിലൂടെ വിവരിക്കുന്നു. നമുക്ക് നോക്കിയാലോ ആ ചെറിയ കഥ. ഒരാൾക്ക് വിഷം പുരട്ടിയ ഒരു അമ്പേറ്റു. ഡോക്ടർ അത് ഊരിയെടുക്കാൻ വരുമ്പോൾ അയാൾ തടഞ്ഞു. ഈ അമ്പ് ചെയ്തത് ആരാണ്? ഏത് ജാതിക്കാരാണ്? വില്ല എന്താണ്? ഏത് മരം കൊണ്ടുണ്ടാക്കിയതാണ്? ഇതെല്ലാം അറിഞ്ഞിട്ടേ ഞാൻ ചികിത്സിക്കൂ എന്ന് അയാൾ വാശി പിടിച്ചു. ഉത്തരങ്ങൾ കിട്ടുമ്പോഴേക്കും അയാൾ മരിച്ചുപോയി. ഇന്നത്തെ ലൈഫിൽ ഓഫീസിൽ ഒരാൾ മോശമായി സംസാരിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ആ ചിന്തയും കൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കും. അയാൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്നെ അപമാനിച്ചതാണോ? ഈ ചിന്തകൾ വിഷത്തേക്കാൾ മാരകമാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? കാരണം തിരഞ്ഞ് സമയം കളയാതെ ആ ചിന്തയെ അവിടെ ഉപേക്ഷിക്കുക. നിങ്ങളുടെ സമാധാനമാണ് പ്രധാനം. മാറ്റം മാത്രമാണ് ശാശ്വതം. നമ്മുടെ മനസ്സ് അശാന്തമാകാൻ പ്രധാന കാരണം നമ്മൾ മുറുകെ പിടിക്കുന്നതാണ്. നമ്മൾ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ കുറച്ച് വർഷം കഴിയുമ്പോൾ പഴയതാവും. നിങ്ങളുടെ ശരീരം മാറും, സുഹൃത്തുക്കൾ മാറും, ചിന്ത എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. എന്ന സത്യം ഉൾക്കൊള്ളുന്ന ആൾക്ക് ഒന്നിനോടും അമിതമായ ആവേശമോ അമിതമായ സങ്കടമോ തോന്നില്ല. ഒരു തിരമാല വരുമ്പോൾ അത് തീരത്തടിച്ച് തീരുമെന്ന് നമുക്കറിയാം. ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ആ ദൂരത്തു നിന്ന് കാണാൻ ശീലിക്കുക. സ്വയം സ്നേഹിക്കുക. ഇന്ന് പലരും ഡിപ്രഷനിലേക്ക് പോകുന്നത് സ്വയം പഴിചാരുന്ന കൊണ്ടാണ്. നമുക്ക് ബുദ്ധൻ്റെ വാക്ക് നോക്കിയാലോ. ഈ പ്രപഞ്ചത്തിൽ സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തി നീ തന്നെയാണ്. ഇന്നത്തെ ലൈഫ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ സ്വന്തം മനസ്സിനെ നമ്മൾ ശ്വാസം മുട്ടിക്കുന്നു. ദിവസവും 5 മിനിറ്റ് ശാന്തമായിരുന്ന് ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ സുരക്ഷിതനാണ് എന്ന് സ്വയം പറയുക. നിങ്ങളുടെ വിധി മാറ്റാനുള്ള ആദ്യ പടി നിങ്ങളോട് തന്നെ കരുണ കാണിക്കുക എന്നതാണ്. നമ്മൾ ഈ ലോകത്ത് നമ്മളെപ്പോഴും ശബ്ദങ്ങൾക്കിടയിലാണ്. മനസ്സ് ശാന്തമാകാൻ ബുദ്ധൻ നിർദ്ദേശിച്ച ഏറ്റവും വലിയ മരുന്ന് മൗനമാണ്. നമുക്ക് ചെറിയൊരു കഥയും കൂടെ നോക്കിയാലോ. ഒരാൾ ബുദ്ധൻ്റെ അടുത്ത് വന്ന് കുറേ ചീത്ത വിളിച്ചു. ബുദ്ധൻ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു. അയാൾ തളർന്നു ചോദിച്ചു,
എന്താണ് നിങ്ങളൊന്നും പറയാത്തത്? ബുദ്ധൻ ചോദിച്ചു. നീ ഒരാൾക്കൊരു സമ്മാനം കൊടുത്തു, അയാൾ അത് വാങ്ങിയില്ലെങ്കിൽ ആ സമ്മാനം ആരുടേതാകും? അയാൾ പറഞ്ഞു, എൻ്റേത്. ബുദ്ധൻ പറഞ്ഞു, അതുപോലെ നിന്റെ ദേഷ്യം ഞാൻ സ്വീകരിക്കുന്നില്ല. അത് നിന്നിൽ തന്നെ ഇരിക്കട്ടെ. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമൻറ്റുകളും ഓഫീസിലെ ഗോസിപ്പുകളും എന്നിവയോട് പ്രതികരിക്കാതിരിക്കുന്നത് തോൽവിയല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കലാണ്. നമ്മുടെ മനസ്സ് ഒന്നുകിൽ ഭൂതകാലത്തെ സങ്കടങ്ങളിലാണ്, അല്ലെങ്കിൽ ഭാവിയിലെ പേടിയിലാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കുന്നു, നടക്കുമ്പോൾ നാളത്തെ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതിനെ ഡിസ്കണക്റ്റഡ് ലീവിംഗ് എന്ന് വിളിക്കാം. നിങ്ങൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ആ ചായയിൽ മാത്രം ശ്രദ്ധിക്കുക, അതിൻ്റെ ചൂടും മണവും ആസ്വദിക്കുക. അടുത്ത 10 മിനിറ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് നിങ്ങളുടെ സ്ട്രെസ് 50% കുറയ്ക്കും. വിധി എന്നത് നിഴൽ പോലെയാണ്. വിധി മാറ്റാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കുള്ള മറുപടിയാണ്. വിധി എന്നത് ഒരു കല്ലിൽ കൊത്തിവെച്ച എഴുത്തല്ല, അത് നാം ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ്. നിങ്ങൾ ഇന്നൊരു നല്ല ചിന്ത വിതച്ചാൽ നാളെ അത് നല്ലൊരു സ്വഭാവമായി മാറും. ആ സ്വഭാവം നിങ്ങളുടെ വിധി മാറ്റും. അതുകൊണ്ട് എൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തളർന്നിരിക്കാതെ ഇന്നത്തെ എൻ്റെ ചെറിയ മാറ്റം നാളത്തെ എൻ്റെ വിധിയാണ്. നമുക്ക് അമിതമായ ഭാരം ഇറക്കി വെക്കാം. ഒരു ഗുരു തൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചു. ശിഷ്യന്മാരോട് ചോദിച്ചു, ഇതിൻ്റെ ഭാരം എത്രയാണ്? പലരും പല ഉത്തരം പറഞ്ഞു. ഗുരു പറഞ്ഞു, ഇതിൻ്റെ ഭാരം പ്രശ്നമല്ല, പക്ഷേ ഞാൻ ഈ 5 മിനിറ്റ് പിടിച്ചാൽ എൻ്റെ കൈ ചെറിയ വേദന എടുക്കും. 1 മണിക്കൂർ പിടിച്ചാൽ എൻ്റെ കൈ തളരും. ഒരു ദിവസം മുഴുവൻ പിടിച്ചാൽ എൻ്റെ കൈ തളർവാദം വന്ന പോലെയാകും. ആ ഗ്ലാസ്സിലെ വെള്ളമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. അത് അല്പനേരം ആലോചിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ ദിവസം മുഴുവൻ ആലോചിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ മാനസികമായി തളർത്തും. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ഗ്ലാസ് താഴെ വെക്കുന്ന പോലെ നിങ്ങളുടെ ചിന്തകളെ അവിടെ ഉപേക്ഷിക്കാൻ ശീലിക്കുക. നാളെ പുതിയൊരു ദിവസമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്ന തടവറ നമ്മുടെ മനസ്സ് അശാന്തമാകാൻ പ്രധാന കാരണമാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ചിന്തയാണ്. ബുദ്ധന്റെ ദർശനം എന്തെന്നറിയുമോ? മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ കഴിയില്ല. ആ വാക്കുകൾ നിങ്ങളെ ഉള്ളിലേക്കെടുക്കുന്നവരെ. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും ഷെയറും നോക്കി നമ്മുടെ സന്തോഷം അളക്കുന്നു. ആരെങ്കിലും ഒന്ന് മോശമായി പറഞ്ഞാൽ നമ്മൾ തകരുന്നു. നിങ്ങൾ ഒരു സിംഹത്തെ പോലെയാണ്. സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ കുറുക്കന്മാർ കുരയ്ക്കും, പക്ഷേ സിംഹം തിരിഞ്ഞു നോക്കാറില്ല. കാരണം സിംഹത്തിനറിയാൻ താൻ ആരാണെന്ന്. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല, നിങ്ങളാണ്. ക്ഷമ എന്നതാണ് മഹാ ഔഷധം. ദ പവർ ഓഫ് ഫോർഗിവ്നെസ് വലിയൊരു സംഭവമാണ്. മനസ്സ് ശാന്തമാകാൻ ഏറ്റവും വലിയ തടസ്സം പകയാണ്. ബുദ്ധന്റെ വാക്ക് നോക്കിയാലോ? ദേഷ്യം എന്നത് മറ്റൊരാൾക്ക് നേരെ എറിയാൻ വേണ്ടി നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന കത്തുന്ന കൽക്കരി കഷ്ണം പോലെയാണ്. അത് എറിയുന്നതിന് മുമ്പേ പൊള്ളുന്നത് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. അത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ ലഘുവാകും. നീ തന്നെയാണ് വെളിച്ചം. അപ്പോ ദീപോ ഭവ. നിനക്ക് നീ തന്നെ വെളിച്ചമാവുക. പുറത്തുള്ള ആർക്കും നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ കഴിയില്ല. ഒരു മോട്ടിവേഷൻ വീഡിയോയ്ക്കും നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയില്ല. നിങ്ങൾ സ്വയം മാറാൻ തീരുമാനിക്കുന്നതുവരെ. നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം അനുഭവിക്കുന്നുണ്ടോ? ആ വെളിച്ചം കെടാതെ നോക്കുക. ഓരോ ശ്വാസത്തിലും സമാധാനം കണ്ടെത്തുക. വിധി എന്നത് ഒരു മൺപാത്രം പോലെയാണ്. നമ്മുടെ വിധിയെക്കുറിച്ച് പലർക്കും തെറ്റായ ധാരണയുണ്ട്. അത് മാറ്റാൻ ഈ ഉദാഹരണം നോക്കാം. ഒരു ശില്പി കളിമണ്ണ് കൊണ്ട് പാത്രമുണ്ടാക്കുന്നു. ആ കളിമണ്ണ് നമ്മുടെ ഭൂതകാലമാണ്. പക്ഷേ ആ മണ്ണ് ഏത് രൂപത്തിലിരിക്കണമെന്നത് ശില്പിയുടെ ഇന്നത്തെ തീരുമാനമാണ്.
ഇന്നത്തെ ലൈഫിൽ എന്താണ്? എൻ്റെ കുടുംബം പാവപ്പെട്ടതാണ്. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നെ എല്ലാവരും ചതിച്ചു. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കളിമണ്ണാണ്. പക്ഷെ അതുകൊണ്ട് ഒരു മനോഹരമായ പാത്രം നിർമ്മിക്കാനോ അത് വെറും മണ്ണായി കളയാനോ എന്നത് നിങ്ങളുടെ ഇന്നത്തെ ചിന്തയാണ്. നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിലാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് കരയാതെ കയ്യിലുള്ള മണ്ണുകൊണ്ട് എന്ത് മനോഹരമായ ജീവിതം പണിയാമെന്ന് ചിന്തിക്കുക. പ്രതീക്ഷകളുടെ ഭാരം കുറയ്ക്കുക. നമ്മുടെ അശാന്തിയുടെ 90% കാരണം മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകളാണ്. ദുഃഖത്തിൻ്റെ മൂലം ആഗ്രഹങ്ങളാണ്, അതായത് അമിതമായ പ്രതീക്ഷകൾ. നമ്മൾ ഒരാളെ സഹായിക്കുന്നു, പകരം അയാൾ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ തകരുന്നു. നമ്മൾ സ്നേഹിക്കുന്നു, തിരിച്ച് സ്നേഹം കിട്ടിയില്ലെങ്കിൽ സഹായിക്കുക. മറന്നു പോവുക. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരു രാജാവിനെ പോലെ കരുത്തുറ്റതാക്കും. മറ്റൊരാൾക്ക് നിങ്ങളെ സങ്കടപ്പെടുത്താൻ കഴിയില്ലെന്ന അവസ്ഥയിൽ നിങ്ങളെത്തും. മനസ്സ് ഒരു ഉദ്യാനമാണ്. ഒരു പൂന്തോട്ടം ഭംഗിയായിരിക്കണമെങ്കിൽ ദിവസവും അതിലെ കളകൾ പറിച്ചു കളയണം. ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ അവിടെ കാടുചെടികൾ വളരും. നെഗറ്റീവ് ചിന്തകൾ കാട്ടുചെടികൾ പോലെയാണ്. അവ തനിയെ വളരും. പക്ഷേ പോസിറ്റീവ് ചിന്തകൾ പൂച്ചെടികൾ പോലെയാണ്. അവ നട്ടുപിടിപ്പിക്കണം, നനയ്ക്കണം. എല്ലാ ദിവസവും രാവിലെ 5 മിനിറ്റ് നല്ല കാര്യങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലെ പൂന്തോട്ടത്തെ ഭംഗിയായി നിലനിർത്തും. നമ്മുടെ മനസ്സിനെക്കുറിച്ച് ബുദ്ധൻ നൽകിയ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം ഇതാണ്. ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ആകാശത്തെ ചന്ദ്രൻ തെളിഞ്ഞു കാണുന്നു. വെള്ളം ഇളകിയാൽ ചന്ദ്രനും ഇളകുന്നതായി തോന്നും. വെള്ളം കലങ്ങിയാൽ ചന്ദ്രനെ കാണാനോ കഴിയില്ല. പക്ഷേ സത്യത്തിൽ ആകാശത്തെ ചന്ദ്രന് വല്ല മാറ്റവുമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ആത്മാവല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം ആ ചന്ദ്രനെ പോലെയാണ്. പുറത്തെ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ വെള്ളം ഇളകുമ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നു. പ്രശ്നങ്ങളല്ല പ്രശ്നം, അത് കണ്ടിളകുന്ന നിങ്ങളുടെ മനസ്സാണ്. മനസ്സിനെ ശാന്തമാക്കിയാൽ ആ പഴയ സന്തോഷം അവിടെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ദേഷ്യം സങ്കടമോ വരുന്നു, അപ്പോൾ 60 സെക്കൻഡ് ഒന്നും മിണ്ടാതിരിക്കും. പ്രതികരിക്കരുത്, ഫോൺ നോക്കരുത്. ആ 1 മിനിറ്റിലെ നിശബ്ദത നിങ്ങളെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെട്ടത് ആരെങ്കിലും ഒരാൾ 1 മിനിറ്റ് ക്ഷമിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലെ യുദ്ധങ്ങളും അങ്ങനെ തന്നെ ആരണം. മരണം എന്ന അധ്യാപകൻ. ബുദ്ധമതത്തിലെ ഏറ്റവും ആഴമേറിയ ചിന്ത ഇതാണ്. നാം ഓരോ ശ്വാസം എടുക്കുമ്പോൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വഴക്കിട്ട വ്യക്തി നാളെ ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഇത്രയും ചെറിയൊരു ജീവിതത്തിൽ എന്തിനാണ് ഇത്രയേറെ പകയും വാശിയും? ഈ നിമിഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, ശ്വസിക്കുന്നു എന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ആ നന്ദിയോടെ ജീവിക്കാൻ തുടങ്ങിയാൽ മനസ്സ് തനിയെ ശാന്തമാകും. നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥതകളിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള ദൂരം കൂടിയായിരുന്നു ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ജീവിതം നൽകുന്ന ആദ്യത്തെ അമ്പ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ ആ വേദനയോർത്ത് നമ്മൾ സ്വയം എയ്യുന്ന രണ്ടാമത്തെ അമ്പ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമ്മൾ എന്താണ് ചർച്ച ചെയ്തത്? ഗ്ലാസ്സിലെ വെള്ളം. പ്രശ്നങ്ങളെ മുറുകെ പിടിക്കുന്തോറും ഭാരം കൂടും. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ചിന്തകളെ താഴെ വെക്കാൻ ശീലിക്കുക. പിന്നെ നമ്മൾ എന്താണ് നോക്കിയത്? മാറ്റം. ഒന്നും ശാശ്വതമല്ല. നിങ്ങളുടെ ഇന്നത്തെ സങ്കടവും നാളെ ഉണ്ടാകില്ല. ഈ ഒരൊറ്റ അറിവ്, തിരിച്ചറിവ് മതി ഏത് പ്രതിസന്ധിയിലും തളരാതിരിക്കാൻ. എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചു എന്ന് ആലോചിച്ച് സമയം കളയാതെ ആ മുറിവ് ഉണക്കാൻ ശ്രമിക്കുക. പ്രതികരിക്കാതിരിക്കുന്നത് തോൽവിയല്ല, വലിയൊരു വിജയമാണ്. നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിൽ. വിധി എന്നത് ആകാശത്ത് നിന്ന് വീഴുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ ഇന്നത്തെ ചിന്തകളെയും പ്രവൃത്തികളുടെയും നിഴലാണ്. നിങ്ങൾ ഇന്നൊരു പോസിറ്റീവ് ചിന്ത വിതച്ചാൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റും. ആ സ്വഭാവം നിങ്ങളുടെ പ്രവൃത്തികളെ മാറ്റും. ആ പ്രവൃത്തികൾ ഒടുവിൽ നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റും. നിനക്ക് നീ തന്നെ വെളിച്ചമാകുക. പക്ഷേ
ആ ലോകത്തെ നേരിടാനുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം. നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരു ശാന്തമായ തടാകം പോലെയാണ്. അവിടെ അനാവശ്യമായ ചിന്തകളുടെ കല്ലുകൾ എറിയാതിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. സമാധാനം തേടുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണ് നിങ്ങൾ. ഇന്നു മുതൽ 1 മിനിറ്റ് നേരമെങ്കിലും ശ്വാസം ശ്രദ്ധിക്കാനും വർത്തമാനകാലത്തിൽ ജീവിക്കാനും പഠിക്കുക. ശാന്തി എന്നത് പുറത്തെവിടെയോ തേടിപ്പോകേണ്ട ഒന്നല്ല. അത് നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദതയിൽ കാത്തിരിപ്പുണ്ട്. ആ നിശബ്ദതയെ കണ്ടെത്തുക. നിങ്ങളുടെ ജീവിതം മാറുന്നത് ലോകമല്ല, നിങ്ങളുടെ മനസ്സാണ്. ചിന്തകൾ മാറിയാൽ വിധിയും മാറും. ഇതാണ് ബുദ്ധൻ പഠിപ്പിച്ച സത്യം. ഓവർ തിങ്കിങ് ജീവിതം നശിപ്പിക്കും. ശാന്തമായ മനസ്സ് ജീവിതം നിർമ്മിക്കും. നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളല്ല, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ്. മനസ്സിനെ ജയിച്ചാൽ സ്വയം ജയിക്കാം. നിങ്ങൾ നിയന്ത്രിക്കാത്ത മനസ്സ് നിങ്ങളെ തന്നെ നിയന്ത്രിക്കും. ഒന്നും സ്ഥിരമല്ല. ഈ ദുഃഖവും കടന്നുപോകും. നിങ്ങളുടെ സമാധാനം മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത്. കഴിഞ്ഞത് ഓർക്കത് വേദനിക്കരുത്. വരാതിരിക്കുന്നത് ചിന്തിക്കുന്നതാണ് ഭയം. ഇപ്പോൾ ജീവിക്കുന്നത് സമാധാനം. മനസ്സിന് ശാന്തി കിട്ടുമ്പോൾ വിധി സ്വയം വഴിമാറും. നിന്റെ ജീവിതം മാറ്റാൻ വലിയ സംഭവങ്ങൾ ആവശ്യമില്ല, ഒരു ചിന്ത മതി. എൻ്റെ മനസ്സ് ഞാൻ നിയന്ത്രിക്കും